പേരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഹെയറി ബ്രീഡ്സിനെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞിട്ട് അയ്യോ സീറോ അടിക്കല്ലേ, വേറെ എന്തെങ്കിലും അത്രയ്ക്കും മാറ്റാണ്, നല്ല കട്ടൻ മാറ്റ്. അപ്പം ഇത്രയും സമയം ഈ ഡോഗിനെ അവിടെ ഇരുത്തി അതിൻ്റെ ബ്രൂട്ടലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ തല നിറച്ച് ജടയാ, അതിരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരാൾ 4 മണിക്കൂർ ഇരുന്ന് വലിച്ച് എങ്ങനെ ഇരിക്കും? നല്ല പെയിൻ ആയിരിക്കില്ല നമ്മുടെ തലയ്ക്ക്. ഡോഗ്സിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലേനേക്കാളും ഒരുപാട്, നമ്മുടെ സ്കിന്നിനേക്കാളും ഒക്കെ ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്കിന്നാണ് ഡോഗ്സിൻ്റെ സ്കിന്ന്. അപ്പോൾ ആ കുഞ്ഞി മൃദുലമായിട്ടുള്ള ആ ഒരു സ്കിന്നിൽ നമ്മൾ ഈ സ്കിൻ ടച്ച്ഡ് മാറ്റ് വലിക്കുമ്പോൾ എത്രമാത്രം പെയിൻ ഫീൽ ചെയ്യും? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അഴിച്ചു കൊടുക്കും, തീർച്ചയായിട്ടും നമ്മളത് അഴിച്ചു കൊടുക്കും. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ സീറോ ഓടിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ അടുത്ത് വരുന്ന ഡോഗ് അതിനെ എങ്ങനെയെങ്കിലും ഒരു ക്യൂട്ട് ബേബി ആക്കിയിട്ട് വിടണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഗായ്സ്, നിങ്ങൾ പ്ലീസ് നിങ്ങളൊന്ന് കോമ്പ് ചെയ്യും ഗായ്സ്. വേറെ ഒന്നും എനിക്ക് പറയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോമ്പ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എൻ്റെ കൊണ്ടെത്താം, ഞാൻ കോമ്പ് ചെയ്ത് തന്നേക്കാം.